Good morning, all. Morning. Good morning, ma'am. നമ്മള് CSSD എടുക്കാന്നുള്ളതായിരുന്നു. എടുക്കാനുള്ളതാണ്. അപ്പൊ ഇതിനിടയിൽ ഒരു നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കൂടി എടുക്കാനുണ്ട് അല്ലെ? ഒരു ചാപ്റ്റർ കൂടി ഉണ്ട് എന്നുള്ളത്. നമുക്ക് ഇനി ഒരു 2-3 ചാപ്റ്റേഴ്സും കൂടി ഈ മൊഡ്യൂളിൽ എടുക്കാനുണ്ട് അല്ലെ? ടെർമിനോളജി, നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, CSSD. അല്ലെ, എത്രയും 3 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളത് നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ എടുക്കാനുള്ളത്? നാലെണ്ണം. പിന്നെ ഒരു ചാപ്റ്റർ ഏതാണ്? ഞാൻ പറഞ്ഞത് കൂടാതെ ഒരു ചാപ്റ്റർ ഏതാണെന്ന് പറയണം. അപ്പം നമുക്ക് എന്തായാലും നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. കാരണം 3-4 ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉള്ളതുകൊണ്ട് CSSD ഇനി ചിലപ്പോ ചില ടീച്ചേഴ്സിന് എന്തായാലും ഞാൻ തന്നെ വരും ഇതിന്റെ കഴിഞ്ഞതിന് ശേഷം. അതായത് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇച്ചിരി കൂടി ഒരു ബിഗ് ചാപ്റ്ററാണ്. 2-3-12-15 പറയുന്നുണ്ട്. അപ്പോ നമ്മള് നിന്ന് പിടിച്ചിട്ട് ചെറുതേക്ക് പോകും. അത്രയും അങ്ങോട്ട് ഇത്രയും ലെങ്തി ചാപ്റ്റർ അല്ല. അത് പറഞ്ഞാലും പെട്ടെന്ന് വലിയ കുഴപ്പമില്ലാത്തതാണോ? Nursing administration. Module 2-ലെയാണ്. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലെ? എല്ലാവരും ഒന്ന് എടുത്ത് വെക്കാം. എങ്കിൽ നമുക്ക് തുടങ്ങാം. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലില് ഒരുപാട് ഡ്യൂട്ടി അല്ലെ? പൊതുവെ മാക്സിമം പേഷ്യൻസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നഴ്സുമാരാണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അവരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുറെ പേഷ്യൻസ് എന്താ പറയാ, കുറച്ചു പേർക്ക് സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ചില പേഷ്യൻസിന്. അപ്പൊ അവർക്ക് അത്രയും കെയർ നഴ്സുമാർക്ക് കൊടുക്കണമെന്നില്ല. ചില പേഷ്യൻസിനെ വെച്ച് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. അവരുടെ ഫുഡും ഫീഡിങ് അടക്കം നഴ്സുമാരുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടും. അപ്പോ പേഷ്യൻസിന്റെ അതനുസരിച്ച് തന്നെ നഴ്സുമാരെ നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതെന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ നമുക്കറിയാം ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് നഴ്സുമാരുടെ. അപ്പൊ ഓരോ ടൈമിലും നഴ്സുമാർ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും അവർ വരാതെ വന്നു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നഴ്സുമാരെ കൃത്യസമയത്ത് അവൈലബിൾ ആക്കുക, അവരെ മേൽനോട്ടം വഹിക്കുക, അവർക്ക് റിപ്പോർട്ടുകളൊക്കെ കൊടുക്കേണ്ടവർക്ക് കൃത്യമായിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ കോർഡിനേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നോക്കാം പ്രധാനമായിട്ടും ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറയുന്നത് നോക്കാം. Nursing is a profession that offers a service which benefit the health and well-being of people. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ് അല്ലെ? അതൊരു തൊഴിലാണ്. അത് ആർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിലാണ്? ശരിക്കും പേഷ്യന്റ് ആയിട്ടുള്ള പീപ്പിൾസിന് അവർക്ക് ബെനിഫിറ്റ്, അവർക്ക് സർവീസ് പ്രദാനം ചെയ്യുന്ന ഒരു പ്രൊഫഷനിലാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. Nursing administration is a leadership position in a specific healthcare environment. അപ്പൊ ആ ഒരു സ്പെസിഫിക് ഹെൽത്ത് കെയർ ആ ഒരു ചുറ്റുപാടിലേക്ക് ഒരു കാര്യങ്ങളെല്ലാം ലീഡർഷിപ്പും കാര്യങ്ങളും അവരുടെ ആ നഴ്സുമാരുടെ അവരുടെ ലീഡർഷിപ്പിന് മേൽനോട്ടം വഹിക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നടക്കുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയൺമെന്റ്.
ആ ഒരു ഹെൽത്ത് കെയർ ചുറ്റുപാടില് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലൂടെയാണ് എന്താണ് നഴ്സുമാരുടെ ലീഡർഷിപ്പും കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. The definition of administration refers to the collection of people who are in charge of making and applying laws and norms for those in a leadership position who come for important tasks such as the staffing process. അതായത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ, ഈ ഒരു ഭരണ നിർവഹണ പ്രവർത്തനങ്ങളില് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു നഴ്സുമാരുടെ ലീഡർഷിപ്പ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് എന്താണ് നഴ്സുമാരുടേതായിട്ടുള്ള കുറെ നിയമങ്ങളും മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലേ. എത്രത്തോളം പേഴ്സൺസ് ഇവിടെ അപ്പോയിന്റ്മെന്റിന് വേണം, അതായത് ഇത്രയും പേഴ്സൺസ് വേണം ഇത്രയും പേഷ്യൻസിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ മേൽനോട്ടം വഹിക്കാൻ ചിലപ്പോൾ സൂപ്പർവൈസേഴ്സോ ഇൻചാർജ് ഉള്ള പേഴ്സൺസോ അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടർ, അങ്ങനെ ഒരുപാട് മേഖലകൾ നമുക്കറിയാം. നഴ്സിംഗ് എന്ന ഒരു ഹൈറാർക്കി സിസ്റ്റത്തിൽ തന്നെ ഓരോ പൊസിഷനിലുള്ള നഴ്സുമാരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. എല്ലാവരും സ്റ്റാഫ് നഴ്സുമാരല്ല, അതായത് ഇൻചാർജ് ഉള്ള നഴ്സുമാരുണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ. അതേമാതിരി തന്നെ നമുക്കറിയാം നഴ്സിംഗ് ഡയറക്ടർ ഉണ്ടാവും, സൂപ്രണ്ടന്റ് ഉണ്ടാവും, സൂപ്പർവൈസർ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത പോസ്റ്റിലുള്ള നഴ്സുമാരും അവിടെ ഉണ്ട് അല്ലെ. ഓരോ ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് എന്ന ഫീൽഡില് വ്യത്യസ്ത വ്യക്തികളുണ്ട്. അപ്പൊ അവർക്കെല്ലാം എന്താണ് അവരുടേതായ മാനദണ്ഡങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പാലിച്ച് തന്നെ അവർ പോകേണ്ടതുണ്ട്. അപ്പൊ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ refers to the collection of people who are in charge of making and applying laws and norms. ഈ ലോസ് ആൻഡ് നോംസ്, അതായത് നിയമങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം ഈ അഡ്മിനിസ്ട്രേഷൻ പവറിലുള്ളവരുടെ കാര്യമാണ്. അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് പൊസിഷൻ who come for important task, അവരിലെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാഫിംഗ് പ്രോസസ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്താണ് താഴെ പറയുന്നുണ്ട്. എന്താണ് സ്റ്റാഫിംഗ് മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് and creating working relationship with the present or future employees. അതായത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മള് സ്റ്റാഫുകളെ കണ്ടെത്തണം അല്ലെ. നഴ്സുമാരെ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള സ്ഥാപനങ്ങളിലാണ് നഴ്സുമാര് പഠിച്ചിറങ്ങുന്നത്. അപ്പൊ നല്ല കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ അനുസരിച്ച് തന്നെ അവര് നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെ. അവർക്ക് എത്രത്തോളം എക്സ്പീരിയൻസ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കൂളുകൾ, നഴ്സിംഗ് ഹോസ്പിറ്റലുകളിലൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള പരിഗണനയോട് കൂടിയിട്ടായിരിക്കണം പേഴ്സൺസിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഒരു തുടർ പ്രവർത്തനമാണ്. എന്ത് സെർച്ച് ചെയ്യുക, നഴ്സുമാരെ കണ്ടെത്താനായിട്ട്, ചൂസ് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അനലൈസ് അവരെ വേർതിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് അവരെ നിയമിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം എന്താണ് സ്റ്റാഫിംഗ് എന്നതിലാണ് വരുന്നത്. Staffing is a continuous process of searching, choosing, analyzing and creating working relationship with the present or future employees. ഒരു ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ ഒഴിവുകളിലേക്ക് ഭാവിയിൽ വരാവുന്ന അല്ലെ, ചിലപ്പോൾ ലീവായിട്ടൊക്കെ നമ്മളിപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലാണെങ്കിലും ചിലപ്പോ നഴ്സുമാരൊക്കെ വിട്ടുപോയി വരും. ഇൻ കേസ് അങ്ങനെയുള്ള ഗ്യാപ്പിലൊക്കെ നഴ്സുമാരെ ഫില്ല് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ നഴ്സിംഗ് എന്ന സ്റ്റാഫിംഗ് എന്ന പ്രോസസ്സിൽ എന്താ പറയുന്നത്? ഇതൊരു തുടർ പ്രവർത്തനമാണ്. നഴ്സുമാരെ കണ്ടെത്തുക, അവരെ നിന്ന് സെലക്ട് ചെയ്യുക, അവരെ അനലൈസ് വിലയിരുത്തി ഓരോന്നിലും ഒക്കെ അപ്പോയിന്റ്മെന്റ്, വർക്കിംഗ് റിലേഷൻഷിപ്പിനോട്, വർക്കിംഗ് എൻവയൺമെന്റിനോട് പൊരുത്തപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നു സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വീണ്ടും സ്റ്റാഫിംഗ് പ്രോസസ് പറയുന്നുണ്ട്. ഇൻവോൾവ്സ് മാൻപവർ പ്ലാനിംഗ് ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ നഴ്സുമാരാണ് വർക്ക് ചെയ്ത്, ചിലർക്ക് ഫീൽഡ് വർക്ക് അല്ലെ, നമുക്കറിയാം അസിസ്റ്റന്റ് നഴ്സുമാരുണ്ടാവും, ചിലപ്പോൾ നഴ്സുമാർ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സുമാരുടെ ഡ്യൂട്ടി അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം അവിടെ നിയമിക്കേണ്ടത് അല്ലെ. ചില സ്റ്റാഫ് നഴ്സ് എന്നുള്ള ലെവലിൽ തന്നെ ചിലപ്പോൾ റൂം വാർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലേസുകളിലെല്ലാം നഴ്സുമാര് അവർക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത പൊസിഷനിൽ നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അഡ്മിനിസ്ട്രേഷൻ പവറിലിരിക്കുന്ന വ്യക്തികൾക്ക് നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതായിരിക്കും. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി ചെയ്യണം അല്ലെ. അതാണ് വേർഡിൽ പറയുന്നത്, റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഓരോ പൊസിഷനിൽ എവിടെയാണോ ഗ്യാപ്പ് വന്നേക്കുന്നത് ആ ഗ്യാപ്പിലേക്ക് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാഫിനെ നമ്മൾക്ക് നിയോഗിക്കേണ്ടതായിട്ട് വരും. അത് ആ ഒരു പ്രവർത്തനം അതാണ് പ്രധാനമായിട്ടും സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഉൾക്കൊള്ളുന്നത്.
ഇൻവോൾവ്സ് മാൻപവർ പ്ലാനിങ്. മാൻപവർ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ കുറിച്ചിട്ടുള്ള, നമുക്കറിയാം ഹ്യൂമൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തികളുടെ ആ പ്ലാനിങ് തയ്യാറാക്കുക. ടു ഹാവ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. That means staffing process consists of identifying the type and amount of nursing care needed by the patient and selecting the appointing personnel from the obtained applicants. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആപ്ലിക്കേഷൻസ് നമുക്ക് ഒരുപാട് കിട്ടും അല്ലെ. ഒരു സ്ഥാപനം ആകുമ്പോൾ വ്യത്യസ്ത നഴ്സിംഗ് അവരുടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രാധാന്യം നല്ല ഇതൊക്കെയാണെങ്കിൽ അതനുസരിച്ച് ആപ്ലിക്കേഷൻസ് ധാരാളം വന്നിരിക്കും. നല്ല പേര് കേട്ട ഹോസ്പിറ്റലൊക്കെ ആവണം. അപ്പൊ ആ ആപ്ലിക്കേഷൻസ് വന്നതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അഡ്മിനിസ്ട്രേഷൻ പവറിലുള്ളവര് സെലക്ട് ചെയ്യും. എന്താണ്, എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്, ഏതാണ് ഗ്യാപ്പ്, ആ ഗ്യാപ്പിന് അനുയോജ്യമായ പേഴ്സണെ അവര് സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. That means staffing process consists of identifying the type and amount of nursing care. എത്രത്തോളം പേഴ്സൺ വേണം അല്ലെ, ഏത് ടൈപ്പിലുള്ള പേഴ്സൺ ആണ് വേണ്ടത്, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യും. അതായത് എന്താണെന്ന് മനസ്സിലാക്കും. By the patient and selecting and appointing person from the obtainable applicants. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പേഷ്യൻസിന്റെ നിലവാരം അനുസരിച്ചിട്ടാണ് ഗ്യാപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യാൻ അത്തരത്തിലുള്ള കഴിവുള്ള പേഴ്സൺ ആയിരിക്കണം, അത്തരത്തിലുള്ള കഴിവുള്ള നഴ്സിംഗ് പേഴ്സൺ ആയിരിക്കണം അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ചിലപ്പോഴെങ്കിൽ എന്താണ് നമുക്ക് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഗ്യാപ്പാണ് വന്നിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള നഴ്സുകളെ കണ്ടുപിടിച്ചിട്ടായിരിക്കണം അത്തരത്തിലുള്ള ആ ഒരു പ്രൊഫഷൻ എത്രത്തോളം യോഗ്യതയുണ്ടോ ആ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പേഴ്സണെ കൊണ്ടുവരണം അവിടെ ഉള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഏത് ഗ്യാപ്പാണോ വന്നിരിക്കുന്നത് നഴ്സിംഗ് ഫീൽഡിലേക്ക് ആ ഗ്യാപ്പ് അനുസരിച്ചിട്ടുള്ള നഴ്സുമാരെ കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ട പ്രവർത്തനമാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാട്ടോ. ക്ലിയർ ആണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, പ്രോസസ് ഒന്നുകൂടി പറയുന്നുണ്ട്. മെസ്സേജ് വായിക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാഫിംഗ് പ്രോസസ് ഒന്നുകൂടി പറയാം. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ്. അതായത് സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കറിയാം അവിടെ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമായിട്ട് നമുക്ക് അവിടെ പേഴ്സൺസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടെത്തണം ഏത് പേഴ്സൺ ആണ് അവിടെ വേണ്ടത് എന്നുള്ളത് കണ്ടെത്തണം. സെർച്ച് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുക എന്നതാണ് അതിന്റെ മീനിങ്. ഈ ഷെഡ്യൂളിൽ തന്നെയാണല്ലോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ സെക്കൻഡ് മൊഡ്യൂളിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ്. 28 എന്ന് പറഞ്ഞെങ്കിലും ഇന്നത്തെ കാണിക്കുന്നതെങ്കിലും സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതെ എല്ലാവരും തന്നെ സെക്കൻഡ് ആണെന്ന് തന്നെ പറയുന്നുണ്ട്. ഇതില് ചാപ്റ്ററിന്റെ ആ ഒരു ഇത് നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചാപ്റ്ററിന്റെ നമ്പർ നിങ്ങൾ നോക്കണ്ട, നെയിം നോക്കുക. നിങ്ങൾക്കുള്ള മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള നമ്പറിൽ ഏതാ കിടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നിങ്ങളത് പഠിച്ചെടുക്കും. ഓക്കെ, അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സ്റ്റാഫിംഗ് പ്രോസസ് മൊഡ്യൂൾ 2 ചാപ്റ്റർ 2 എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതനുസരിച്ചിട്ട് തന്നെ പഠിച്ചു വെക്കാം. അപ്പൊ അതിൽ പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ സെർച്ച് ചെയ്യണം നഴ്സുമാരെ അല്ലെ, കണ്ടെത്തേണ്ടതുണ്ട്. അവരിൽ നിന്ന് ചൂസ് ചെയ്ത് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. പിന്നെ അവർ അനലൈസ് ചെയ്യേണ്ടത്, ഓക്കെ വിലയിരുത്തണം അവരൊക്കെ അവിടെ എബിൾ ആണോ അല്ലെ അത് വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു വേക്കൻസിയിൽ
അവരെ കൊണ്ടുവന്ന് അപ്പോയിന്റ്മെന്റ് കൊടുത്താൽ അവർ ഏബിൾ ആണോ, ആൻഡ് ക്രിയേറ്റിംഗ് വർക്ക് ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ്. അതായത് നിലവില് അവർക്ക് അല്ലെ ചിലപ്പോ ഇപ്പോഴത്തെ അവര് ആവശ്യകത മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ആപ്ലിക്കേഷൻസ് വെച്ച് അവര് തെരഞ്ഞെടുക്കുന്നത്. ഇൻ കേസ് ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ ലീവ് വരാം, അല്ലെങ്കിൽ അവര് പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ട് നേരത്തെ കൂട്ടി ഇങ്ങനെ തെരഞ്ഞെടുത്ത് വെക്കുന്ന ഒരു പ്രോസസ് ഇതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്നത്. ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നമ്മൾ പറയുന്ന മറ്റൊരു എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസിനെ വെച്ചിട്ട്, അതായത് ഇവിടെ പറയുന്നുണ്ട് അല്ലെ പേഷ്യന്റ്, അതായത് that means the staffing process consists of identifying the type and the amount of nursing care needed by the patient and selecting the appointing person from the obtainable applications. അതായത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, അതായത് പേഷ്യൻസ് വ്യത്യസ്ത തരത്തിലുള്ളതാണ്. ചിലര് എന്താണ് ഫുൾ ടൈം നഴ്സിന്റെ സപ്പോർട്ടിങ് ആവശ്യം ഉണ്ടാവായിരിക്കാം. ചില പേഴ്സൺസിന് സെൽഫായിട്ടുള്ള പേഷ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ജസ്റ്റ് എന്താ പറയുക നഴ്സുമാരുടെ ഒരു സപ്പോർട്ടിങ്ങിന്റെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേമാത്രമല്ല ചില പേഴ്സൺസ് ചില പ്ലേസുകളിലെ എക്സ്പീരിയൻസിലും ആയിരിക്കണം അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡിൽ പ്രസവ ചികിത്സാ സമയത്ത് റോലൊക്കെ എന്താണ് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം അവർക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള പേഴ്സൺസിനെ പേഷ്യൻസിന്റെ ഇതനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നഴ്സുമാരെ നമ്മൾ കണ്ടെത്തി അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് വരുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാം എന്നുള്ള ഒരു മൈൻഡില് നമ്മൾ സ്റ്റാഫിംഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ ഇവിടെ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ പ്രധാനമായിട്ടും പറയുന്നത് പേഷ്യൻസിനെ വിലയിരുത്തിയിട്ട് അതിനനുസൃതമായിട്ടുള്ള ആ ഒരു കറക്റ്റ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ, കറക്റ്റ് പേഴ്സണെ എന്താണ് കറക്റ്റ് പ്ലേസിൽ നിയമിക്കേണ്ടതുണ്ട് അല്ലെ. ഏത് പൊസിഷനിലുള്ള പേഴ്സൺ ആണോ ആ പൊസിഷനിലുള്ള പേഴ്സണെ തന്നെ കണ്ടെത്തി അവിടുത്തെ ഗ്യാപ്പ് നികത്തേണ്ടതുണ്ട്. ആ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനിയിപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Staffing is a logical operation that consists of many independent actions. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെ. ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തി നിയമിക്കുക എന്നുള്ളത് പേഷ്യൻസിനെയും അതേമാതിരി തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണെയും ഒക്കെ കണ്ടെത്തി നിയമിക്കുക എന്നുള്ളത് ഒരു യുക്തിപരമായിട്ടുള്ള പ്രവർത്തനം കൂടിയാണ്. എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത്? Recognizing the type and the amount of nursing care required by the patient. ഫസ്റ്റ്ലി എന്താ പറയുന്നത്, നമ്മള് ക്രമീകരിക്കണം അല്ലെ. The type and the amount of nursing care required by the patient. പേഷ്യന്റിനെ അനുസരിച്ചിട്ടുള്ള ആ നഴ്സ് ഏത് സ്റ്റാഫിനെയാണ് എന്നുള്ളത് ക്രമീകരിച്ച് വെക്കേണ്ടതുണ്ട്. Then second, selecting and appointing employees from available applications. അപ്പൊ അത് നമ്മുടെ പേഷ്യൻസിന്റെ ആ ഒരു കാര്യം എന്താണെന്ന് കൺസിഡർ ചെയ്തിട്ട് എന്താണ് നമ്മള് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് അവിടേക്ക് പറ്റുന്ന പേഴ്സണെ അവിടേക്ക് ആ പേഷ്യൻസിന് ഏത് പൊസിഷനിലാണോ ഗ്യാപ്പ് വന്നിരിക്കുന്നത്, ഏത് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണോ വന്നിരിക്കുന്നത്, അത്തരത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അവൈലബിൾ ആപ്ലിക്കൻസിൽ നിന്ന് കണ്ടെത്തി സെലക്ട് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. ഇങ്ങനെയുള്ള യുക്തിപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇതിൽ നടക്കുന്നത്, സ്റ്റാഫിംഗ് എന്ന ഒരു പ്രവർത്തനത്തിൽ നടക്കുന്നത്. Okay, clearly, staffing is a logical operation that consists of many independent actions. First one, recognizing the type and the amount of nursing care required by the patient. അപ്പൊ എത്രത്തോളം പേഷ്യൻസിന്റെ ആ ഒരു ആവശ്യകത അനുസരിച്ചിട്ട് നഴ്സുകളെ ക്രമീകരിക്കേണ്ടതുണ്ട്. സെക്കൻഡ് വൺ പറയുന്നു സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. ഈ ഒരു ക്രമീകരണം നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. ഓക്കെ, ദെൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. എന്താണ് എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. അതായത് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. അതായത് നല്ല ഒരു ക്വാളിറ്റിയുള്ള നഴ്സിംഗ് നല്ല ഒരു സേവനം കാഴ്ചവെക്കണം അല്ലെ. നഴ്സുമാരുടെ ഒരു സേവനം എന്ന് പറയുന്നത് നല്ല ഗുണനിലവാരമുള്ള ഒരു സേവനം കാഴ്ചവെക്കുക എന്നുള്ളതാണ്.
സെക്കൻഡ് വൺ പറയുന്നു എ സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് എ ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. നമുക്കറിയാം ഒരു ഘടനയുണ്ട് അല്ലെ, ഇതിനൊക്കെ ഒരു ഇതുണ്ട്. നമ്മൾ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും എല്ലാത്തിനും ഒരു ഇതുണ്ട്. അതായത് നഴ്സുമാർക്ക് അതിൻ്റെതായ നോളജും കഴിവുമുള്ള പേഴ്സൺസ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എന്താ പറയാ ലേബർ റൂമിലുള്ള വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ള വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവായിരിക്കണം എന്നില്ല. എന്ത് സാധാരണ പേഷ്യന്റിന്റെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട നെസ്സിൽ ഉണ്ടായിരുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകളാണ് അല്ലെ, ആ വ്യത്യസ്തമായിട്ടുള്ള നോളജുകളാണ് അവർക്കുള്ളത്. അപ്പൊ ആ ഒരു നോളജ്, എത്രത്തോളം നോളജ് ആണ് ആ ഒരു ഗ്യാപ്പിലുള്ള പേഷ്യന്റിനെ കൈകാര്യം ചെയ്യാനുള്ള ഒഴിവിന് ഈ നഴ്സിന് ഉണ്ടായിരിക്കേണ്ടത്, അതനുസരിച്ചിട്ടുള്ള പേഴ്സണെ നമ്മൾക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ്, ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയൺമെന്റൽ ഇതാണ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ കഴിവ്, ഒരു ലേബർ റൂമിൽ നമ്മൾ ആദ്യത്തെ ടൈമിലാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെങ്കിൽ എന്താണ് അവരുടെ എക്സ്പീരിയൻസ് കിട്ടിയാണ് എന്ത് കൂടുതൽ അതിലേക്ക് ഏബിൾ ആവുന്നത്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിലൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ നമുക്ക് കൂടുതൽ ഒരു ചാൻസ് ആണ്. അതും കൂടി ലക്ഷ്യം, അതൊരു പ്രധാനപ്പെട്ട എലമെന്റ് കൂടിയാണ് എന്ത് നമ്മുടെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ നല്ലൊരു സർവീസ് കാഴ്ചവെക്കുക എന്നുള്ളത് പോലെ തന്നെ സെക്കൻഡ് എലമെന്റിൽ പറയുന്നത് ഇവരുടെ ഈ നഴ്സുമാരുടെ നോളജും സ്കില്ലും ഒക്കെ എന്താണ് നല്ല സാറ്റിസ്ഫൈ തൃപ്തിയോട് കൂടിയിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ കൂടി തയ്യാറാക്കുക എന്നുള്ളതാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ പറയുന്നു എ മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് ഇൻ ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ മാനർ. അതായത് നമുക്കറിയാം നഴ്സുമാർക്ക് ഒരു അവിടെ അല്ലെ ഒരു ഏതൊരു സ്ഥാപനത്തിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താ നമുക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനുള്ള ഒരു തൃപ്തി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇത് എല്ലാ കാര്യത്തിലും വിധവയം, അതാണ് ഇതിന്റെ ഫ്ലെക്സിബിൾ മാനർ ഉദ്ദേശിക്കുന്നത്. അതായത് ഭയങ്കര നാടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു തൊഴിലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഫ്രണ്ടൽ മെയിൻ എന്ന് പറയുന്നത് അടിച്ചമർത്തുക എന്നുള്ളതാണ്. അതായത് മിതവ്യയം മോസ്റ്റ് ഫ്രണ്ടൽ മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടിച്ചമർത്തലിന്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിതവ്യയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലമായ നമുക്ക് ഫ്രീഡം കിട്ടുക എന്ന് പറയില്ലേ, ഒരു ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു എലമെന്റ് ആണെന്ന് പറയും. നല്ലൊരു സർവീസ് കാഴ്ചവെക്കുക, അതോടൊപ്പം തന്നെ ഇവരുടെ കഴിവുകൾ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു നോളജ് അറിവുകളെല്ലാം ഓരോ മേഖലകളിലുള്ള നഴ്സുമാരുടെ അറിവും കഴിവും വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. തേർഡ് വണ്ണിൽ പറയുന്നത് ആ ഒരു അറ്റ്മോസ്ഫിയറോട് അവർക്ക് നല്ല ഫ്രീ ആയിട്ട് നല്ല തൃപ്തികരമായിട്ട് ജോലി ചെയ്ത് നല്ല സേവനം കാഴ്ചവെക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. സർവീസ് ഇൻ ദ മോസ്റ്റ് ഫ്രണ്ടൽ മാനർ എന്ന് വെച്ചാൽ മിതവ്യയത്തോടു കൂടിയിട്ട് എല്ലാവരോടും അഡ്ജസ്റ്റബിൾ ആയിട്ട് പെരുമാറാനും, അല്ലെങ്കിൽ നമുക്കറിയാം നഴ്സിംഗ് എന്നൊക്കെ പറയുന്നത് പേഷ്യന്റിനോട് ഒന്ന് ഇത് ചെയ്യണം അല്ലെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്മെന്റ് പേഷ്യൻസിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇവരുടെ മൈൻഡിൽ എന്താണ് നമ്മളെ ഫ്രീ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പേഴ്സൺസ് ആക്കി എടുക്കുമ്പോഴാണ് അവർക്ക് അങ്ങനെയുള്ള രീതിയിലേക്ക് വർക്ക് ചെയ്യാനും നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു എലമെന്റ് ആണ് തേർഡ് എലമെന്റിൽ പറയുന്നത്. മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആണ് എഫിഷ്യന്റ്, നല്ല കാര്യക്ഷമമായിട്ട് എഫക്റ്റീവ് ഫലപ്രാപ്തിയോട് കൂടിയിട്ടും നമ്മളെ നഴ്സുമാരെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സർവീസ്, നല്ല മിതവ്യയത്തോട് കൂടിയിട്ടുള്ള സർവീസ് കാഴ്ചവെക്കുക എന്നുള്ളത്. ഇതുവരെ വായിച്ചു നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് കണ്ടിന്യൂ ചെയ്യാലോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
ഓക്കെ, ഇമ്പോർട്ടന്റ് എലിമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗിൽ എന്താണ് പ്രധാനപ്പെട്ട എലിമെന്റ് എന്ന് നോക്കാം. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ suitable educational training given to the nursing staffs for the kind of service they are being made ready for. അതായത് നമുക്കറിയാം ഗ്യാപ്പുകൾ വരുന്നതനുസരിച്ചിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ നമ്മൾ സെർച്ച് ചെയ്യും. അപ്പൊ എന്താണ് സ്റ്റാഫിംഗിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. നമ്മള് നല്ല നഴ്സുമാരെ കണ്ടെത്തണം. അതേമാതിരി തന്നെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം പേഴ്സൺസിനെ അല്ലെ നമ്മള് പേഷ്യൻസിനെ വിലയിരുത്തിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ട് എത്രത്തോളം സ്റ്റാഫുകളെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം, അത് എത്രത്തോളം ഗുണനിലവാരമുള്ള സ്റ്റാഫുകളായിരിക്കും, എത്രത്തോളം കഴിവുകളുള്ള പേഴ്സൺസ് ആയിരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഇമ്പോർട്ടന്റ് എലമെന്റിൽ ഫസ്റ്റ് വൺ പറയുന്നത്. Quality and quantity of nursing staffs. It depends on the suitable education training given to the nursing staff for the kind of a service they are being made ready for. ഏത് തരത്തിലുള്ള സേവനം നമ്മൾ പറഞ്ഞു, വ്യത്യസ്ത സേവനങ്ങൾ ഹോസ്പിറ്റലിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യസ്ത സേവനങ്ങളായിരിക്കും ആവശ്യമായിട്ട് വരിക. അത് ഏത് തരത്തിലുള്ള സേവനമാണോ ആ സേവനത്തിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺസിനെ കണ്ടെത്തി അവിടുത്തെ പേഷ്യൻസിന്റെ അളവനുസരിച്ച് എത്രത്തോളം പേഴ്സൺസ് വേണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നു യൂട്ടിലൈസേഷൻ, അവരുടെ ഉപയോഗം അല്ലെ, അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുക. The nursing staffs must be allotted work in such a way that the knowledge skills acquired are best used for a purpose they were imparted or ട്രെയിൻഡ്. അതായത് നമ്മൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെ നമുക്ക് അപ്ലിക്കേഷനിൽ നിന്ന് ഈ സ്റ്റാഫുകളെ നമ്മൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോളജ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്താണ് അവിടെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ സൗകര്യത്തിനോടും ആ അനുയോജ്യമായിട്ടുള്ള പ്ലേസിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് പിന്നെയും അവിടെ വർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് കൂടുതൽ നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. എന്നാലാണ് നല്ല ഒരു സേവനത്തിലേക്ക് അവരെ പടുത്തുയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നിശ്ചിത നല്ല സ്ഥാപനത്തിൽ നിന്ന് എഡ്യൂക്കേഷൻ പാസ്സായ വ്യക്തികളെ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ സെലക്ട് ചെയ്ത് അവരുടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കും. വീണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവരെ കൊണ്ടുവന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുകയുമ്പോൾ എന്താണ് അവർക്ക് നന്നായിട്ട് തന്നെ ആ സർവീസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ രണ്ട് എലമെന്റ്സ് ആണ് പറയുന്നത്, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്. അതായത് എത്രത്തോളം വ്യക്തികളെ, എത്രത്തോളം സ്റ്റാഫുകളെ, അതേമാതിരി തന്നെ എത്രത്തോളം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് കണ്ടെത്താൻ സാധിക്കും എന്ന് കണ്ടെത്തുക. സെക്കൻഡ് വൺ അവരുടെ ആ ഒരു സർവീസ് അത് നന്നായിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരിക. The nursing staff must be allotted work in such a way that the knowledge skills acquired are best used for the purpose they were imparted or trained. അവർക്ക് നല്ല ട്രെയിനിങ്ങും നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്കൊക്കെ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് നല്ല രീതിയിൽ അവരുടെ സ്കില്ലും അതേമാതിരി തന്നെ നോളജും അറിവൊക്കെ വളർത്തിക്കൊണ്ടുവരാനും നല്ല സർവീസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ദെൻ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. ഇതിങ്ങനെ വ്യത്യസ്ത രീതിയിൽ തന്നെ പറഞ്ഞു വരുന്നതാണ്. നമുക്കൊരു കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ വേറൊരു പാറ്റേണിലേക്ക് വരും കേട്ടോ. അതായത് ഇവിടെ നിന്നാണെങ്കിൽ വേറൊരു മോഡാണ്, ഹൈറാർക്കി ഫങ്ഷൻസ് ആണ്. അത് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓരോ നഴ്സുമാരുടെ ഡ്യൂട്ടീസും കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ്. അതിൽ നിന്നാണ് മെയിൻ ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിക്കുന്നത് കൂടുതലുമായിട്ട്. പക്ഷെ നിങ്ങൾ ഇതെല്ലാം തന്നെ മനസ്സിലാക്കി വെക്കുക. എങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഇങ്ങനെ കുറെ അപ്പോയിന്റ്മെന്റ്സും ഇതുകളൊക്കെ വരുമ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തേണ്ടതുണ്ട്, അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. പേഷ്യൻസിന്റെ ആ ഒരു ആവശ്യകത അനുസരിച്ചിട്ടാണ് സ്റ്റാഫുകളെ എപ്പോഴും കണ്ടെത്തുന്നത് അല്ലെ. അവിടെ ഒഴിവുകൾ വരുന്നത് എന്താണ്, പേഷ്യൻസിന്റെ നിലവാരം. ചില പേഷ്യൻസിന് ഫുൾ കെയർ കൊടുക്കേണ്ടതുണ്ടാവും, ചില പേഷ്യൻസിന് കുറച്ച് കെയർ കൊടുക്കേണ്ടതുണ്ടാവും. അതനുസരിച്ചിട്ടുള്ള സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും എപ്പോഴും. ഇനി വീണ്ടും വേറെ ഒന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ പറയുന്നത് എന്താണ്, recognize that nursing care hours needed to care for a patient for a day or for a shift.
അതായത് നമുക്കറിയാം നഴ്സുമാര് അതെ അവരുടെ ഡ്യൂട്ടി കുറെ എത്രത്തോളം മണിക്കൂറുകൾ അനുസരിച്ചിട്ടാണ് അല്ലെ ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ വരുമ്പോൾ ഇത്രയും മണിക്കൂർ ഇത്രയും പേഷ്യൻസിനെ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. അവരുടേതായ ആവശ്യങ്ങളെല്ലാം ആ പേഷ്യൻസിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഓരോ സ്റ്റാഫിന്റെയും ചുമതലയാണ്. റെക്കഗ്നൈസ് ദ നേഴ്സിംഗ് കെയർ അവേഴ്സ് നീഡഡ് ടു കെയർ ഫോർ എ പേഷ്യന്റ് ഫോർ എ ഡേ. ഒരു ഡേയില് ഇത്ര മണിക്കൂർ ഇത്ര ഇന്ന പേഷ്യൻസിനെ കെയർ ചെയ്യുക എന്നുള്ളതായിരിക്കും എന്താണ് ഓരോ നഴ്സുമാരുടെ ഡ്യൂട്ടി. then ഓരോ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് സ്റ്റാഫ് റിലീസ് on a capacity of a hospital, standards provide a number of beds and different treatment services. അറിയാം ചില വലിയ വലിയ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. കാർഡിയോളജി ഉണ്ടാകും, ന്യൂറോളജി, നെഫ്രോളജി, അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അതനുസരിച്ചിട്ടുള്ള നഴ്സുമാരുടെയും ആവശ്യകത അവിടെ ഉണ്ടാവും. ഇനി ഹോസ്പിറ്റൽ ചെറുതാണെങ്കിൽ അതനുസരിച്ച് ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള നഴ്സുമാരുടെ ആവശ്യകതയായിരിക്കും വേണ്ടത്. അപ്പൊ അവിടുത്തെ പേഷ്യൻസിനെ ഫുള്ളി അല്ലെ കവർ ചെയ്യുന്ന രീതിയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മൊത്തത്തിൽ പേഷ്യൻസിന്റെ ആവശ്യകത അനുസരിച്ചിട്ടുള്ള നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ടാവും. അത് ഹോസ്പിറ്റലിന്റെ ബെഡിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അല്ലെ എത്രത്തോളം ബെഡുള്ള അഡ്മിഷൻ പേഴ്സൺസിനുള്ള ആവശ്യമായിട്ടുള്ള ബെഡാണ് അവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള നഴ്സുമാരെ അവിടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടതുണ്ട്. സ്റ്റാഫിംഗ് റിലീസ് ഓൺ എ capacity of a hospital, standard provided, number of beds and different treatment service. Then in anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion each category: self-care, minimal care, full care, intensive care, because care needs a different from category to another. അതായത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ, ഒരു അഡ്മിനിസ്ട്രേഷൻ പവറുള്ള മാനേജർ മനസ്സിലാക്കേണ്ടത് കുറെ പേഴ്സൺസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക എന്നുള്ളതല്ല, എന്താണ് വ്യത്യസ്ത പേഷ്യന്റിന്റെ നിലപാട് അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ടു ബി കെയർഡ് ഫോർ, ബട്ട് ഓൾസോ ദ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് കാറ്റഗറി. ഏത് കാറ്റഗറിയിലുള്ള പേഷ്യൻസിനെ നോക്കാനായിട്ടാണ് വിടവ് വന്നിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് ഫുൾ കെയർ കൊടുക്കേണ്ടത്. നമ്മൾ A to Z വരെ നഴ്സുമാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ ആണെങ്കിൽ അവരെ കുറച്ചെണ്ണം മാത്രമേ മാനേജ് ചെയ്യാൻ നഴ്സുമാർക്ക് പറ്റുള്ളൂ അല്ലെ. സെൽഫായിട്ട് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ കുറെ പേരെ മാനേജ് ചെയ്യാനായിട്ട് ചില നഴ്സുമാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ ആ ഒരു പേഷ്യൻസിന്റെ നിലപാട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം എന്താണ് എത്രത്തോളം നഴ്സുമാരെ വേണം എന്നുള്ളത് മാനേജർക്ക് തീരുമാനിക്കാനുള്ളത്. നേരത്തെ കഴിഞ്ഞ പറഞ്ഞു പോയ പല ഭാഗങ്ങളിലും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. എന്താണ് പേഷ്യൻസിന്റെ നിലപാട് അനുസരിച്ചിട്ടാണ് നഴ്സുമാരുടെ എണ്ണത്തില് ഭേദഗതി വരുത്താനായിട്ട് സാധിക്കുക. ചില നഴ്സുമാർ കൂടുതൽ, ചില ഇതുകളിൽ കൂടുതൽ നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പേഷ്യൻസിന്റെ ആ ഒരു സെൽഫായിട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ. അതാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗിൽ പറയുന്നത്. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് താഴെ വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് പേഷ്യൻസ് കെയർ ഇൻക്ലൂഡ്. അതായത് നമ്മൾ ഇതും കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. എന്താണ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയറിൽ പറയുന്നത്? ഡയറക്റ്റ് കെയർ, ഇൻഡയറക്റ്റ് കെയർ. ഡയറക്റ്റ് കെയറിൽ പറയുന്നത് is care given by nursing staff while working in the presence of patient and related to the patient physical and physiological requirements. അതായത് നമുക്കറിയാം ചില പേഴ്സൺസിന് അല്ലെ, നമ്മൾ ഒരു മെഡിസിൻ അങ്ങോട്ട് എടുത്ത് കൊടുത്താൽ അവരെടുത്ത് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പേഴ്സൺസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം നടത്തി പോരാനായിട്ട് സാധിക്കും. നഴ്സുമാർക്ക് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോരാൻ സാധിക്കും. ചില പേഴ്സൺസ് ഇപ്പൊ എന്താ പറയാ മാനസികമായിട്ടുള്ള വെല്ലുവിളികളുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരുടെ മെഡിസിൻ കഴിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിട്ട് വരും അല്ലെ. അവർക്ക് അത് അവരുടെ മൈൻഡിലേക്ക് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെ, അതൊന്ന് സ്വീകാര്യതയിൽ എത്തുക എന്ന് പറയുന്നത് കുറെ സമയം എടുക്കും. അപ്പൊ ആ ഒരു ഇത് ഉണ്ടായെങ്കിൽ കെയർ ഗിവൺ ബൈ നഴ്സിംഗ് സ്റ്റാഫ് while working in the presence of patient and related to the patient physical and physiological requirements. അവരുടെ ആ ഒരു മാനസിക ആവശ്യകതയൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് കൂടുതൽ സമയം നഴ്സുമാര് ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് ഫീഡിംഗ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി ആൻഡ് medication, and the more dependent the patient is on the nurse to conduct related activity, the more hours of nursing care is required for the patient. അതായത് ഇവർക്ക് എന്താണ് കൂടുതലായിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേമാതിരി തന്നെ ട്രീറ്റ്മെന്റ് നമുക്കറിയാം ഭക്ഷണം സെൽഫായിട്ട് ചെയ്യാനായിട്ട് പറ്റിയതില്ല. അപ്പൊ നമ്മൾ റൈസ് ട്യൂബിലൂടെയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും.
അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്താണ് അവർക്ക് അടിച്ച് അതിലൂടെ കൃത്യമായിട്ട് രീതിയിൽ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. കേസ് 2-3 പ്രാവശ്യമൊക്കെ പേഷ്യൻസിനോടൊപ്പം ഉള്ള വ്യക്തികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ തന്നെ എന്താണ് ഇവര് ആർട്ടിഫിഷ്യൽ പേഷ്യന്റ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. മെഡിസിനൊക്കെ അതിൽ ലയിപ്പിച്ചൊക്കെ കൊടുക്കേണ്ട വരുമ്പോൾ എന്താണ് സമയം കൂടുതൽ എടുക്കും ആ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിന്നാനൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ എന്താണ് അവർക്കത് സ്വീകാര്യത മെഡിസിൻ കഴിക്കാനൊക്കെ ആയിട്ട് ദേഷ്യമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരവസ്ഥയൊക്കെ വരും. അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ കിടക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ അവര് ഒന്ന് ആരെങ്കിലുമൊക്കെ സപ്പോർട്ടോടുകൂടി ചിരിച്ചു കിടത്തി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. കേസ് സെൽഫായിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഇഞ്ചക്ഷൻ വെക്കണമെന്നൊന്നും പ്രത്യേകിച്ച് സമയമൊന്നും എടുക്കില്ല. അവരുടെ പറയുന്ന അനുസരിച്ച് മാത്രമേ തന്നെ അവര് റിയാക്ട് ചെയ്യും, അല്ലെ, അവര് പ്രതികരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ നഴ്സുമാർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് കെയർ ഉള്ള പേഴ്സൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെ ആക്റ്റീവ് അല്ല, അല്ലെ, പേഷ്യന്റ് ആക്റ്റീവ് അല്ല. അവരെ എന്തെങ്കിലും കാര്യത്തിനോട് കൂടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നഴ്സുമാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമേ അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. Feeding, treatment, mobility, and medication, and the more dependent the patient is on the nurse of a conduct related activity. The more hours of a nursing care is required for the patients. കൂടുതൽ സമയം സ്റ്റാഫുകൾക്ക് ചെലവഴിക്കേണ്ടതായിട്ട് വരും. ഇനി ഇൻഡയറക്റ്റ് കെയറിൽ എന്താ ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, those ventures undertaken on the patient behalf but removed from his presence. അവരെ ഇല്ലാതെ തന്നെ അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ. അവരുടെ ആ ഒരു കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും എന്താണ് വേണ്ടത്, ഇൻഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് assembling the supplies and the equipment, seeking advice with the other healthcare team members, writing and reading patient records, reporting, constructing discharge plans, etc. അതായത് ഇവർക്ക് കുറച്ച് അല്ലെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ കാലത്തിത്രയും കഴിക്കണം, ഉച്ചയ്ക്ക് കഴിക്കണം, മെഡിസിൻസ് ഒക്കെ ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. അതല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി സപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് അവർക്കൊക്കെ അത് ലഭ്യമാക്കി കൊടുക്കുക, അതെങ്ങനെയാണ് ഉപയോഗിക്കണേന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. അതേമാതിരി തന്നെ മറ്റുള്ളവരുടെ ഹെൽപ്പ് അല്ലെ ആവശ്യകതയുണ്ടെങ്കിൽ ഇന്ന പേഴ്സൺ ആണ് അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ ഇന്ന ആളോട് സംസാരിക്കുക, ഈ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ ഈ പേഴ്സണിന്റെ അടുത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. അവിടെയൊക്കെ പോയി സംസാരിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്. നമുക്കറിയാം ഇവരുടെ റെക്കോർഡ്സുകൾ ചാർട്ടുകൾ എടുത്ത് നോക്കിയിട്ട് അത് എഴുതി തയ്യാറാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുമാതിരി തന്നെ എന്താണ് കൺസ്ട്രക്റ്റീവ് ഡിസ്ചാർജ് പ്ലാനൊക്കെ, അതായത് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുക. ഇത്തരത്തിലുള്ള ഡ്യൂട്ടികളാണ് എന്ത് ഇൻഡയറക്റ്റ് കെയർ ഉള്ള പേഷ്യൻസിന് വേണ്ടി വരുന്നത്. ഡയറക്റ്റ് കെയർ ആണെങ്കിൽ നമുക്ക് അറിയാം അവരെ മെഡിസിൻ കഴിപ്പിക്കുന്നതും അതേമാതിരി തന്നെ അവരെ വിലയിരുത്തുന്നൊക്കെ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത്ര എത്രത്തോളം റിയാക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അത് പരിശോധിച്ച് വിലയിരുത്തണം. അതേമാതിരി തന്നെ മെഡിസിൻ കഴിപ്പിക്കണം, ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ പേഷ്യൻസിന്റെ മൊത്തത്തിൽ എന്താണ് കെയർ കൊടുക്കേണ്ടത് വരും. ഏതൊരു സമയത്തും അവർക്ക് പ്രധാനമായിട്ടും കെയർ ആവശ്യമുണ്ടോ ആ സമയത്തെല്ലാം എന്താണ് നഴ്സുമാർ അടുത്ത് ഉണ്ടായിരിക്കേണ്ടതായിരിക്കും. അതേസമയം ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന ചില സമയങ്ങളിൽ അല്ലെ അഡ്വൈസ് കൊടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ ഇന്ന രീതിയിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ റെക്കോർഡുകൾ എഴുതേണ്ട സമയത്ത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ നഴ്സുമാരുടെയൊക്കെ കൂടുതൽ ആവശ്യകത ഉണ്ടായിരിക്കുന്നത്. അതാണ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയറിൽ പറയുന്നത്, ഡയറക്റ്റ് കെയർ, ഇൻഡയറക്റ്റ് കെയർ. നോക്കാം, വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ ആണോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ?
അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിലേക്ക് നോക്കാം. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് നോക്കാം. സ്റ്റാഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് which is directed toward the personal as well as professional growth of nurses and other staffs while they are employed by the healthcare. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു പ്രൊഫഷനും അവരുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് ഒക്കെ വെച്ചിട്ടാണ് അവരെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. പിന്നീട് അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് അല്ലെ. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ കൂടുതൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാക്കി എടുക്കുമ്പോഴാണ് അവർക്ക് ആ സ്ഥാപനത്തിന് നല്ല സേവനം കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്താണ് ഈ ഉള്ള സ്റ്റാഫുകളെ അല്ലെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്ന സ്റ്റാഫുകളുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. Staff development is the process which is directed towards the personal as well as the professional growth of nurses and other staffs while they are employed by the healthcare. കേരളം വരുമ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഉള്ള നഴ്സുമാരുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. It refers to all the training and education provided to enhance the job related and personal knowledge, skills and mentalities of vested employees. നമുക്കറിയാം കുറെ നഴ്സുമാരല്ലേ അവർക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോ പേഷ്യൻസിനോട് പെരുമാറാനായിട്ടുള്ള ഒരു കഴിവ് അല്ലെ അത് ചിലപ്പോ ഒരു പക്ഷേ ലോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് നോളജ് ഉണ്ടായാലും കൂടി നല്ല ഒരു സർവീസ് സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പേഷ്യൻസിനോട് പൊരുത്തപ്പെട്ട് പോവുകയും കൂടി വേണം. ഡ്യൂട്ടിയിലെ മെയിൻ ഘടകം എന്താണ് പേഷ്യൻസിനെ ആണ് അല്ലെ പേഷ്യൻസിനെ കൂടെ പൊരുത്തപ്പെട്ട് പോകണം. അപ്പൊ അതിന് എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളുടെ കൂടെ നടന്ന് കുറച്ച് ട്രെയിനിങ് സമയത്തൊക്കെ കുറച്ച് നോളജ് നല്ല സ്കിൽസുകളൊക്കെ അവർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും എക്സ്പീരിയൻസും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ട്രെയിനിങ് ഇവർക്ക് കിട്ടിയിരിക്കുക പേഷ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അല്ലെ മെഡിസിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡയറക്റ്റ് കെയർ കൊടുക്കേണ്ട പേഴ്സൺസിനൊക്കെ നമ്മൾ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി ഈ പേഴ്സൺസിനൊക്കെ മെഡിസിൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മള് ട്രെയിനിങ് കിട്ടുമ്പോൾ നഴ്സുമാരൊപ്പം നടന്നതിന്റെ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പോയിന്റ്മെന്റ് ഉള്ള നഴ്സുമാരെ ക്യാച്ച് ചെയ്തിരിക്കേണ്ടതുണ്ട്. അതാണ് ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ദ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ടു എൻഹാൻസ് ദ ജോബ് റിലേറ്റഡ് ആൻഡ് പേഴ്സണൽ നോളജ് അല്ലെ. പേഴ്സണലായിട്ടുള്ള ഒരു കഴിവുകളെല്ലാം നേടിയെടുക്കേണ്ടത് അറിവുകളെല്ലാം നേടിയെടുക്കണം. സ്കിൽ ആൻഡ് മെന്റലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എങ്ങനെയാണ് മാനസിക കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഈ വ്യക്തികളെ ശുശ്രൂഷയിലേക്ക് നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു സ്കില്ലും നോളജ് ഒക്കെ എംപ്ലോയീസിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രവർത്തനമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്? Then next പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ അല്ലെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, അതായത് ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മള് സ്റ്റാഫുകളെയൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ഇനി അവർക്ക് എന്താണ് നല്ല ഒരു സ്റ്റാഫുകളാണെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ നല്ല എവിടെയാണ് പെരുമാറേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അല്ലെ. ഇവർക്ക് നോളജ് ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ചിലപ്പോ ചില ടൈമില് ചില പേഴ്സൺസിനോട് പെരുമാറാനായിട്ട് ചിലപ്പോൾ പറ്റിയില്ല. ബിഹേവിയർ ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അവർക്ക് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവരെന്താണ് ഈ നോളജ് ഈ നഴ്സുമാരുടെ കൂടെ നടന്നിട്ടാണ് നേടിയെടുക്കുന്നത്. ട്രെയിനിങ് ഒക്കെ കിട്ടുന്ന സമയത്ത് അവരെന്താണ് അവർ നഴ്സുമാരുടെ ഒപ്പം നടന്ന് ഇങ്ങനെയാണ് പേഷ്യൻസിനെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ അവർ നോക്കി കണ്ട് മനസ്സിലാക്കിയെടുക്കും. അതിന് അങ്ങനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള പ്രവർത്തനമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. വളർത്തിക്കൊണ്ട് വരിക സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ച എന്നുള്ളതാണ്. സ്റ്റാഫുകളുടെ വളർച്ച എന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുമ്പോൾ മറ്റുള്ളവര് എങ്ങനെയാണ് ഇതില് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വിലയിരുത്തി അതിൽ നിന്ന് നോളജും സ്കില്ലുകളൊക്കെ നേടിയെടുക്കുന്നതാണ്. ക്ലിയർ ആയോ? The objectives of staff development പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ പറയുന്നു എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി,
അതായത് നമുക്കറിയാം അല്ലെ, വളർത്തിക്കൊണ്ട് വരിക എന്ത് എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സേവനം അല്ലെ. അവര് പേഷ്യൻസിനെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോവുകയാണെങ്കിൽ, കൂടുതൽ കൂടുതൽ പേഷ്യൻസിനെ അവർക്ക് റഫർ ചെയ്ത് പോകാനായിട്ട് സ്റ്റാഫുകൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സ്. അതായത് നല്ല ഒരു സുരക്ഷിതമായിട്ടുള്ള കെയർ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പറയുന്ന രണ്ടാമത്തെ പോയിന്റ്. സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്. നമ്മൾ പറഞ്ഞു നമുക്ക് എന്താ പറയുക, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ, നല്ല തൃപ്തികരമായിട്ടുള്ള ഒരു ജോലിയിടം ഉണ്ടെങ്കിലാണ് എന്താണ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുക. അവരുടെ ആ ഒരു അല്ലെ നമ്മുടെ കയ്യിലുള്ള നോളജും അതേപോലെ തന്നെ കഴിവുകളെല്ലാം അവിടെ കാഴ്ചവെക്കുന്നത് എന്താണ്, നമുക്ക് നല്ലൊരു തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പൊ ആ ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ്. ചില പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ പേടിച്ച് വിറങ്ങലിച്ച് സ്റ്റാഫുകൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് പ്രധാനമായിട്ട് അവരെ സേവനം കാഴ്ചവെക്കാൻ പറ്റില്ല അല്ലെ. മറ്റു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഒപ്പം സ്റ്റാഫുകളുടെ ഒപ്പം നിന്ന് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, പുതിയ പേഷ്യൻസ് വരുമ്പോഴും ഇവർക്ക് പേടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അവർ അതിനോട് തന്നെ പ്രതികരിക്കും. അപ്പൊ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായെങ്കിൽ അവർക്ക് അവരുടേതായ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഓറിയന്റ് ദ പേഴ്സൺ ടുവേർഡ്സ് ദിയർ കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്. അതായത് നമുക്കറിയാം ഓരോ നഴ്സുമാർക്ക് നമ്മൾ പറഞ്ഞ പെട്ടെന്നൊരു കേസ് കൊണ്ടുവന്നു, ആക്സിഡന്റ് കേസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ എമർജൻസി കേസ് കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് അവര് ലീഡ് ചെയ്തല്ലേ നഴ്സുമാര് പെട്ടെന്ന് തന്നെ സ്മാർട്ടായിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് മുന്നിട്ട് വരേണ്ടതുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കഴിവുകളെല്ലാം നേടിയെടുക്കാനായിട്ട് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്, ഓരോ നയങ്ങളും മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവര് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് നേതൃത്വം വഹിക്കാനായിട്ടും സാധിക്കും എന്നുള്ളത്. ഏത് ഡ്യൂട്ടി വന്നാലും അതിന് മുന്നിട്ട് വരാനായിട്ടും എന്താണ് ഇപ്പൊ നഴ്സുമാർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പറയുന്നത്. ഓക്കെ, 4 എണ്ണമാണ് ഇവിടെ പറയുന്നത്. എന്താണ് എൻഹാൻസ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, തന്നെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക അല്ലെ, കൂടുതൽ കൂടുതൽ പേഷ്യൻസിനെ പരിശോധിക്കാനൊക്കെ അല്ലെങ്കിൽ അവരെയൊക്കെ അവർക്കൊക്കെ സേവനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സ്. നല്ല സേഫ് സുരക്ഷിതമായിട്ടുള്ള കെയർ അല്ലെ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് നഴ്സുമാർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്. സ്റ്റാഫുകളുടെ ഇടയിൽ തന്നെ നല്ലൊരു സംതൃപ്തമായിട്ട് തന്നെ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തീർക്കുന്നു. പേഴ്സണൽ ടുവേർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്. അവർക്ക് എല്ലാ തരത്തിലുള്ള നോളജും കിട്ടുമ്പോൾ എന്താണ്, എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നേതൃത്വം വഹിക്കാനായിട്ട് ഓരോ സ്റ്റാഫുകൾക്കും അവരുടെ ലീഡർഷിപ്പ് കഴിവോട് കൂടിയിട്ട് മുന്നിട്ട് വരാനായിട്ട് സാധിക്കുന്നു. ഇത്തരം ഇതുകളാണ് അതിൽ പറയുന്നത്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ, ഒരു ചെറിയ ഭാഗം കൂടി നമുക്ക് എടുക്കാം. ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. Orient the person towards their care objectives, job duties, personal policy. പോളിസിയുടെ ഇതാണ് നിങ്ങൾ വെട്ടിക്കളഞ്ഞത്. ഇപ്പൊ ഓറിയന്റ് ദ പേഴ്സൺ ടുവേർഡ്സ് their care objectives എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ നയിക്കുക, ആ ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കാനായിട്ട് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് തന്നെ അവർക്ക് മുന്നിട്ട് പോകാൻ പറ്റും. ഏതാണ് ലക്ഷ്യം അല്ലെ, വ്യക്തി ഒരു സർവീസിന് വേണ്ടി വരുമ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമായ സർവീസ് കൊടുക്കാനായിട്ട് ഇവർക്ക് മുന്നിട്ട് വരാൻ സാധിക്കും. ഡയറക്റ്റ് കെയർ പറയാം. ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്, അവർക്ക് അതിൻ്റെതായ എന്ത് ജോലിയിലെയും ഡ്യൂട്ടി അല്ലെ അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്ത് നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രെയിനിങ് കിട്ടുകയാണ്. അപ്പൊ ഈ ട്രെയിനിങ് കിട്ടുമ്പോഴെന്താണ് അവർക്ക്
ഒരു പേഷ്യന്റ് വരുമ്പോ എന്താണ് ആദ്യം ചെയ്യേണ്ട ഡ്യൂട്ടി അല്ലെ? അവര് വരുമ്പോൾ ആദ്യം എന്ത് ചുമതലയാണ് നഴ്സിനുണ്ടായിരിക്കുന്നത്, അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ, അല്ലെങ്കിൽ എന്തൊക്കെ നയങ്ങളാണ് ഈ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുമ്പോൾ വരുന്നത്. നമുക്കറിയാം ആക്സിഡന്റ് കേസൊക്കെ വരുമ്പോൾ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ നയങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം ഇവർക്ക് ഇവരുടേതായ സേവനം കാഴ്ചവെക്കാനായിട്ട്. അപ്പൊ അത് ആ നിയമങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ചുമതലകളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു നോളജ് ഇവർക്ക് കിട്ടും. എന്താ നമ്മുടെ സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ, അതായത് ട്രെയിനിങ്ങിലൂടെ. അത് വരുമ്പോൾ ഇവർക്ക് നേതൃത്വം വഹിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പോളിസി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് നേതൃത്വം വഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താ ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നുണ്ട്. ആർ ദോസ് വെഞ്ചർ അണ്ടർടേക്കൺ ഓൺ ദ പേഷ്യന്റ് ബിഹാവ് ബട്ട് റിമൂവ്ഡ് ഫ്രം ഹിസ് പ്രസൻസ്. അതായത് അവർക്ക് അല്ലെ ആ ഒരു ഇതിൽ നിന്ന് പേഷ്യന്റിനെ അടുത്ത് തന്നെ നിൽക്കണം എന്നില്ല. അതാണ് ബട്ട് റിമൂവ്ഡ് ഫ്രം ഹിസ് പ്രസൻസ്. അവരുടെ പ്രസൻസ് എപ്പോഴും, ആ സ്റ്റാഫുകളുടെ പ്രസൻസ് എപ്പോഴും പേഷ്യന്റിനോടൊപ്പം ഉണ്ടായിരിക്കണമെന്നില്ല അല്ലെ. ചില സമയങ്ങളിൽ പക്ഷെ ആവശ്യമുണ്ടാവും അല്ലെ. ഡോക്ടേഴ്സ് തരുന്ന മെഡിസിൻ എങ്ങനെ കഴിക്കണ്ടേ എന്നുള്ള കാര്യം പേഷ്യന്റിന് അറിയേണ്ടതുണ്ടാവും. ഏതൊക്കെ രീതിയിലാണ് ഈ എക്യുപ്മെന്റ്സ്, നമ്മൾ ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും പേഷ്യന്റ്, അതെങ്ങനെ ഉപയോഗിക്കേണ്ടേ എന്നുള്ള കാര്യം അറിയുന്നുണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾ ഹോസ്പിറ്റലിൻ്റെതായ പോളിസികൾ, നയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആരിൽ നിന്നും കളക്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കും. അത് ഇന്ത്യൻ പേഴ്സണെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ കാര്യം ചെയ്യണം, ആദ്യം നിങ്ങൾ ഇന്ത്യൻ്റെ ഡ്യൂട്ടി അനുസരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഇന്ത്യൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയെല്ലാം പേഷ്യൻസിനെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റാഫിനുണ്ടാവും. പക്ഷെ അത് എപ്പോഴും ഇവരോടൊപ്പം തന്നെ വേണമെന്നില്ല അല്ലെ. ആ സാഹചര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇവർക്ക് അന്ന് പറഞ്ഞു കൊടുക്കാനേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് മറ്റു ഡയറക്റ്റ് കെയർ ഉള്ള പേഴ്സൺസിനെ പോലെ എപ്പോഴും ഇൻഡയറക്റ്റ് കെയർ ഉള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടതില്ല. അതേമാതിരി തന്നെ വീണ്ടും പറയുന്നുണ്ട് എന്ത്, റൈറ്റിംഗ് ആൻഡ് റീഡിങ് പേഷ്യൻസ് റെക്കോർഡ്സ്. അതായത് റെക്കോർഡുകൾ വായിച്ചു നോക്കിയിട്ട്, ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ചിട്ടുള്ള റെക്കോർഡുകൾ വായിച്ചു നോക്കിയിട്ടാണ് ഇവര് പേഷ്യൻസിന് മെഡിസിൻ ഒക്കെ കൊടുക്കുന്നത്. അതേമാതിരി തന്നെ എഴുതി തയ്യാറാക്കേണ്ടതുണ്ട് അല്ലെ. ആ മെഡിസിൻ കഴിച്ചിട്ട് ഇപ്പോഴത്തെ റിയാക്ഷൻ എന്താണെന്ന് ഡോക്ടർ പേഷ്യന്റിനോട് ചോദിച്ചിട്ട് അതെല്ലാം റിപ്പോർട്ട് ചെയ്യും. അതെല്ലാം എഴുതി തയ്യാറാക്കേണ്ട സമയത്ത് അതെല്ലാം എഴുതി തയ്യാറാക്കേണ്ടതുണ്ട്. അതേമാതിരി ഡിസ്ചാർജ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്ചാർജ് കാര്യങ്ങളിൽ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ആ പോളിസിയും പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതൊക്കെ ചെയ്ത് പേഷ്യൻസിനെ പറഞ്ഞയക്കേണ്ടതുണ്ട്. അത്തരം ചില സ്പെഷ്യൽ കേസുകൾ സമയങ്ങളിൽ മാത്രമേ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് കെയറിൽ പറയുന്നത്. ഡയറക്റ്റ് കെയറാണ് നമുക്കറിയാം, എന്താണ് ABZ വരെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിലും ഫുഡ് കൊടുക്കണമെങ്കിലും മെഡിസിൻസ് എങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ പേഷ്യൻസിനെ തിരിച്ചു കിടക്കണമെങ്കിലും എന്തിനും എന്താണ് പേഷ്യൻസിനോടൊപ്പം തന്നെ നഴ്സുമാര് ആക്റ്റീവായിട്ട് ചെയ്യേണ്ടതുണ്ട്. കേസ് നല്ല കുഴപ്പമില്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ കൂടി അവർക്ക് മെഡിസിൻ കഴിക്കാൻ ചിലപ്പോൾ സമയം എടുത്തുകൊണ്ടായിരിക്കും. കാരണം മെന്റലി ഡിസോർഡർ ഒക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുത്തുകൊണ്ട് അതൊക്കെയാണ് ഡയറക്റ്റ് കെയറിൽ വരിക. പക്ഷെ ഇൻഡയറക്റ്റ് കെയറിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന സമയങ്ങളിൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴോ ഡിസ്ചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുന്ന സമയത്തോ മെഡിസിൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെയോ ആവശ്യകത വരുന്നുള്ളൂ എന്നാണ്. ക്ലിയറായോ ഇൻഡയറക്റ്റ് കെയർ എന്താണെന്നുള്ളത്? ഓക്കെ, അപ്പോ അത് തുടങ്ങി വെക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും നമുക്കൊന്ന് ഹെഡിങ്സ് ഒന്ന് നോക്കാം. എന്താണ് ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണോ അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു ട്രെയിനിങ് കൂടിയാണ് അല്ലെ. വരുന്ന നഴ്സുമാർക്ക് അപ്പോയിന്റ്മെന്റ്സ് സ്വീകരിച്ച് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അതിനുശേഷമുള്ള ഒരു ട്രെയിനിങ് ടൈമാണ് എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടൈം. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അങ്ങനെ 4 തരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണുള്ളത്. അതായത് സ്റ്റാഫുകളുടെ വളർച്ച അത് 4 തരത്തിലാണെന്ന് പറയുന്നു. ഒന്ന് ഇൻഡക്ഷൻ ട്രെയിനിങ്, then ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അങ്ങനെ 4 തരത്തിലുള്ള ട്രെയിനിങ് ആണുള്ളത്. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലേ?
എന്തായാലും CSB നിങ്ങൾക്ക് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്തായാലും വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഇതുവരെയും ഓക്കെ ആണോ? ഇതുവരെ എടുത്തതിൽ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.